നമ്മള് മിമിക്രി വേദിയിൽ കാണികളുടെ മുക്ത കണ്ട പ്രശംസ, കയ്യടി നേടിയ ഒരു താരത്തെ ഇന്ന് കണ്ടു. മിമിക്രി വേദിയെ ഒന്നടങ്കം കയ്യിലെടുത്ത ഒരു മത്സരാർത്ഥിയുടെ ഒരു മിടുക്കൻ ആൽവിൻ ആന്റണി. ആൽവിന് വേറെ വ്യത്യസ്തമായ കഥ കൂടെ പറയാനുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ ആൽവിൻ ആന്റണിയും അമ്മയും മീഡിയ വണ്ണിനൊപ്പം ചേരുന്നു. നേരെ പോകാം മിമിക്രി വേദിയിലേക്ക്. മിമിക്രി വേദിയിൽ കഴിഞ്ഞ ദിവസം വലിയ കയ്യടികൾ ഉയർന്നു. ആ കയ്യടികളിൽ ഏറ്റവും വലിയ കയ്യടി കിട്ടിയ ഒരു വലിയ മനുഷ്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ആൽവിൻ ആന്റണി. ഞെട്ടിച്ച ആൽവിനും ആൽവിൻ്റെ മമ്മി നമുക്കൊപ്പം ചേരുകയാണ്. ഒരു വല്ലാത്ത കഥയാണ് ഇവരുടേത്. വല്ലാത്ത കഥ എന്ന് പറയുന്നത് ആൽവിനും അമ്മയും തന്നെ പറയും. അല്ലിനെ, ആദ്യം തന്നെ ഇത്രയും വലിയൊരു പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ വേദിയിൽ? പ്രതീക്ഷിച്ചില്ല. എത്രയും സ്റ്റാർ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരുത്തരും ഇങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോഴാണ് ഒരേ ആൾ ചെയ്യുമ്പോഴും മറ്റേ ആളുടെ വേറെ ആൾ കിട്ടും. ബോണസാണത്. മിമിക്രി ജസ്റ്റ് ആർട്ടിസ്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ഡയലോഗ് പഠിച്ച് അങ്ങനെ ചെയ്താണ്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് അങ്ങനെ പഠിച്ചാണ് സംഭവം. ആൽവിൻ്റെ മമ്മിയുടെ പേര് മീര. മോന് മിമിക്രി അറിയും എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? എപ്പോഴാണ് ഇവൻ പറഞ്ഞേ? ഇവൻ വീട്ടിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ശബ്ദങ്ങൾ എടുക്കാണ്ടെങ്കിൽ ഞങ്ങളത് മൈൻഡ് ആക്കിയിരുന്നില്ല. ആള് നല്ലോണം ഡാൻസ് ചെയ്യും, വരയ്ക്കും. അതിന് ഞങ്ങൾ സപ്പോർട്ടായിരുന്നു. അത് ഞാൻ ചെയ്യണത് ഞങ്ങൾക്ക് അറിയാം. കുഞ്ഞിലേ മുതൽ ചെയ്യുമായിരുന്നു. ഇത് ഇവൻ കാണിക്കണുണ്ടെങ്കിലും ഞങ്ങൾ ആരും ഇതാക്കിയിരുന്നില്ല. പക്ഷെ സ്കൂളിൽ ഫസ്റ്റ് അവിടുത്തെ യൂത്ത് ഹോസ്റ്റലിന് ഞാനിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്, ചെയ്യൂട്ട മമ്മി എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ വേണ്ട, നീ വെറുതെ ഇവിടെ ചെയ്യണ പോലെ ചെയ്യണ്ട. ഇല്ല, ഞാൻ പേര് കൊടുത്ത്. അന്ന് വൈകിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടാന്ന് പറഞ്ഞു. ആദ്യം ദളപതി എടുക്കാം. கிரவுண்ட்ஸ் எல்லாம் வழங்குதா, ஆனால் ஆடியன்ஸ் எல்லாம் ஊர்வலம் பட்டியா பார்க்க போகிறேன். கிளப்பிட்டியா ஆட்ட நாயக. ஓகே, நீ சூர்யா செய்யாம சூர்யா அண்ணா பின் நாயகன் சூர்யா. எல்லாரும் வணக்கங்க, சூர்யா பேசுகிறேன். நான் ரோலக்ஸ். ஆல் ரைட் சார், இனிமே சார். எஸ் சார். ஓகே சார். ஜஸ் சார். അടുത്ത് നസ്ലിൻ. ഏത് പണ്ടാറോടവൻ കയറി വന്നപ്പോ ഒരു പഞ്ചിടയിൽ നോക്കും. എനിക്കാണെങ്കിൽ പൊളിച്ചിട്ട് പിന്നെ എൻ്റെ ആവശ്യമായി പോയി. എനിക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടൂല. അവസാനം നീ കരയും പോലെ അനുഭവം കൊണ്ട് പറയണേ. അടുത്ത് അമ്പാൻ, ആവേശം സിനിമയിലെ സജിൻ ഗോപു. അണ്ണ പണ്ട് ജ്യൂസെടുത്തു പറ ചുറ്റിലും കൂടാണ്. അണ്ണ ചാടിച്ചപ്പോൾ തോളത്തൂടി ചവിട്ടി ജബർ തോളത്തൂടി കുത്തി കൊമ്പ്. എന്താണ് നിനക്ക് ബോറടിച്ച? നിനക്ക് മാസാണ് വേണം. ജനാദനം ചെയ്യാം. എന്താ പേര്? പൊന്നപ്പൻ. കൊള്ളാം, ഇവനാളെ കൊള്ളാം. നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ. തനി തങ്കമല്ലേ? എടാ എഴുതോ, ഇവിടെ 2 കാലം തല്ലി ഒഴിടാ. എവരാള് കൊള്ളാം. ആൽവിനൊരു ഭാവി വാഗ്ദാനമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും തീരുമാനമായി. നസ്ലനെ എടുക്കാൻ ഇച്ചിരി എളുപ്പമാണെന്ന് തോന്നുന്നു. നസ്ലനെ എടുക്കും. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കണം. നസ്ലൻ വീട്ടിലിരുന്ന് തുമ്മി മരിച്ചു കാണുന്നത്.